പൊതുവെ നാം പറയാറുള്ളത് മൂസ നബിക്ക് ശേഷം വന്നിട്ടുള്ള പ്രവാചകൻ ഈസ നബിയാണ് എന്നാണ്. എന്നാൽ സത്യം അതല്ല. മൂസ നബിക്ക് ശേഷം അനേകം പ്രവാചകന്മാർ ഈസ നബിയും മൂസ നബിയും തമ്മിലുള്ള ആ ഒരു ഇടക്കാലത്തിൽ വന്നിട്ടുള്ളതായിട്ട് ചരിത്രങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് പ്രധാനമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂഷോ ബിൻ നൂൻ, ദാവൂദ്, ഇല്യാസ്, യൂനുസ്, സക്കരിയ, ഈസ, മുഹമ്മദ് നബി, ഇത്രയും പ്രവാചകന്മാർ വന്നിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രവാചകന്മാരുടെ കൃത്യമായ എണ്ണം ഖുർആനിൽ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ഹദീസുകളിൽ ഇതിനെക്കുറിച്ച് സൂചനകളുണ്ട്. ലോകത്താകെ 1,24,000 പ്രവാചകന്മാർ വന്നിട്ടുണ്ടെന്നാണ് പ്രബലമായ ഒരു ഹദീസിൻ്റെ റിപ്പോർട്ട്. ഇതിൽ തന്നെ അള്ളാഹുവിൽ നിന്ന് വേദഗ്രന്ഥമോ പുതിയ നിയമങ്ങളോ ലഭിച്ച ആളുകളെ റസൂൽ എന്ന് പറയുന്നു. 313 പേരാണ് റസൂൽ ആയിട്ടുള്ളത്. ബനു ഇസ്രായേൽ മൂസ നബിക്ക് ശേഷം വന്ന പ്രവാചകന്മാരിൽ ഭൂരിഭാഗവും ബനു ഇസ്രായേൽ ഗോത്രത്തിലേക്കാണ് നിയോഗിക്കപ്പെട്ടത്. സുലൈമാൻ നബി ഇബ്രാഹിം നബിക്ക് മുമ്പുള്ള പ്രവാചകനാണെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ സത്യം അങ്ങനെയല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. ചരിത്രപരമായും ഇസ്ലാമിക വിശ്വാസവും ഇബ്രാഹിം നബിയാണ് സുലൈമാൻ നബിക്കും എത്രയോ വർഷം മുമ്പ് ജീവിച്ചിരുന്നത്. ഇവരുടെ കാലഘട്ടം ഏകദേശം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇബ്രാഹിം നബി ഏകദേശം 2000 BC-യിലാണ് ജീവിച്ചിരുന്നത്. മൂസ നബി 1300 BC-യിലാണ്. സുലൈമാൻ നബി ഏകദേശം 970 BC-യിലുമാണ്. സുലൈമാൻ നബി ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിൽ ബനു ഇസ്രായേൽ വരുന്ന പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ പിതാമഹനായ ഇബ്രാഹിം നബിക്ക് ശേഷമേ സുലൈമാൻ നബി വരികയുള്ളൂ. ഇബ്രാഹിം നബി, ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി, ദാവൂദ് നബി, സുലൈമാൻ നബി. മസ്ജിദുൽ അക്സ, ഇബ്രാഹിം നബിയുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട മസ്ജിദുൽ അക്സ പിന്നീട് പുനർനിർമ്മിക്കുന്നത് സുലൈമാൻ നബിയാണ്. ചുരുക്കത്തിൽ ഇബ്രാഹിം നബി ജീവിച്ചത് ഏകദേശം 1000 വർഷങ്ങൾക്ക് ശേഷമാണ് സുലൈമാൻ നബി ലോകത്തേക്ക് വരുന്നത്. സുലൈമാൻ നബി ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രാജാക്കന്മാരിൽ ഒരാളായിരുന്നു. മനുഷ്യർക്ക് പുറമെ ജിന്നുകളെയും പക്ഷികളെയും കാറ്റിനെയും വരെ നിയന്ത്രിക്കാൻ അധികാരം അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിരുന്നു. എന്നാൽ സുലൈമാൻ നബിയുടെ കാലത്തിന് ശേഷം ബനു ഇസ്രായേൽ ജനതയുടെ അവസ്ഥ മാറാൻ തുടങ്ങി. അവർ പല വിഭാഗങ്ങളായി പിരിയുകയും അവരുടെ രാജ്യം തകരുകയും ചെയ്തു. റോമാക്കാരുടെ ഭരണത്തിന് കീഴിൽ അവർ വലിയ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അവർ ഒരു രക്ഷകനായി മസീഹ് അല്ലെങ്കിൽ ഈസ നബിയെ കാത്തിരുന്നത്. അവർ ഈസ നബിയെ കാത്തിരുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ പഴയ നിയമങ്ങൾ, തൗറാത്ത്, സബൂർ വരാനിരിക്കുന്ന ഒരു മസീഹിനെ കുറിച്ച് വ്യക്തമായ സൂചനകൾ ഉണ്ടായിരുന്നു. തങ്ങളെ അടിമത്തത്തിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരാൾ വരുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. സുലൈമാൻ നബിയുടെ കാലത്തിന് ശേഷം പലരും വേദഗ്രന്ഥങ്ങളിലെ കൽപ്പനകൾ മാറ്റം വരുത്തുകയും അധർമ്മത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ജനങ്ങളെ ശരിയായ പാതയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഒരു പ്രവാചകന്റെ സാന്നിധ്യം അവർക്ക് അനിവാര്യമായിരുന്നു. റോമൻ സാമ്രാജ്യത്തിന്റെ ക്രൂരമായ ഭരണത്തിന് കീഴിലായിരുന്നു അവർ. ദാവൂദ് നബിയെയും സുലൈമാൻ നബിയെയും പോലെ തങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു നൽകുന്ന ഒരു നേതാവിനെയാണ് അവർ ഈസ നബിയിൽ പ്രതീക്ഷിച്ചത്. ഈസ നബി വന്നപ്പോൾ അവർ പ്രതീക്ഷിച്ചതുപോലെ ഒരു യുദ്ധവീരനായ രാജാവായിട്ടല്ല അദ്ദേഹം വന്നത്. പകരം സ്നേഹവും സമാധാനവും ആത്മീയതയും പ്രസംഗിക്കുന്ന ഒരു പ്രവാചകനായിട്ടാണ്. ഇത് കാരണം അന്ന് അധികാരത്തിലിരുന്ന ജൂത പുരോഹിതന്മാർ അദ്ദേഹത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ല. മസീഹ് എന്ന വാക്കിന് ഭാഷാപരമായി തടവപ്പെട്ടവൻ അല്ലെങ്കിൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഇസ്ലാമിക വീക്ഷണത്തിലും ചരിത്രപരമായും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രധാനമായും 3 തലങ്ങളിൽ നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഖുർആനിൽ ഈസ നബിയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന നാമമാണിത്. ഇതിന് പണ്ഡിതന്മാർ നൽകുന്ന ചില കാരണങ്ങൾ ഇവയാണ്. സഞ്ചാരി, അദ്ദേഹം ഭൂമിയിൽ ഒരുപാട് യാത്രകൾ ചെയ്തിരുന്ന പ്രവാചകനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അനുവാദത്തോടെ രോഗികളെയും മന്ത്രരെയും തൻ്റെ കൈകൊണ്ട് തടവി സുഖപ്പെടുത്തിയിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഈ പേര് വന്നു എന്നും പറയപ്പെടുന്നു. ജനിച്ചപ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ അദ്ദേഹം പരിശുദ്ധനാക്കപ്പെട്ടു. ജൂതന്മാർ തങ്ങളെ രാഷ്ട്രീയമായും ആത്മീയമായും രക്ഷിക്കാൻ വരുന്ന ഒരു മഹാരാജാവിനെ അല്ലെങ്കിൽ നേതാവിനെ മസീഹ് എന്ന് വിളിച്ചു. അവരിന്നും അത്തരമൊരു രക്ഷകനായി വീണ്ടും കാത്തിരിക്കുകയാണ്. കാരണം ഈസ നബിയെ അവർ യഥാർത്ഥ മസീഹായി അംഗീകരിച്ചിട്ടില്ല എന്നതാണ്. ലോകാവസാനത്തിന് മുമ്പായി പ്രത്യക്ഷപ്പെടുന്ന കള്ളപ്രവാചകനെ മസീഹു ദജ്ജാൽ എന്ന് വിളിക്കുന്നു. യഥാർത്ഥ മസീഹിന് വിപരീതമായി കള്ളത്തരങ്ങളിലൂടെ ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നത് കൊണ്ടാണ് ഇയാളെ ദജ്ജാൽ എന്ന് വിളിക്കുന്നത്. ഇയാളുടെ ഒരു കണ്ണ് തുടച്ചു നീക്കപ്പെട്ടതുപോലെ ആയതുകൊണ്ടും ഈ പേര് പറയപ്പെടുന്നു. മൂസ നബിക്ക് ശേഷം അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി വരെയുള്ള കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ഖുർആനിലും ഹദീസുകളിലും പരാമർശിക്കപ്പെട്ട പ്രധാന പ്രവാചകന്മാരെയും അവരുടെ ചരിത്രപരമായ ക്രമത്തെയും നമുക്ക് നോക്കാം. ഇവരെ പ്രധാനമായും ബനു ഇസ്രായേൽ പ്രവാചകന്മാർ എന്നാണ് വിളിക്കുന്നത്. മൂസ നബിയുടെ വിയോഗത്തിന് ശേഷം ഇസ്രായേൽ ജനതയെ നയിക്കാനുള്ള ചുമതല ഇദ്ദേഹത്തിനായിരുന്നു. ഷുഐബ് ബിൻ നൂൻ. മൂസ നബിക്ക് കീഴടക്കാൻ കഴിയാതിരുന്ന അരിഹ എന്ന പ്രദേശം ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ജനങ്ങൾ കീഴടക്കിയത്. ഹിസ്കിൽ അലൈഹിസ്സലാം, ഇല്യാസ് അലൈഹിസ്സലാം,
ബനു ഇസ്രായേൽ ജനതയ്ക്ക് വിഗ്രഹാരാധനയിലേക്ക് തിരിച്ചു പോയപ്പോൾ അവരെ തിരുത്താനാണ് ഇവർ വന്നത്. ഇല്യാസ് നബി ബാൽ എന്ന വിഗ്രഹത്തെ ആരാധിക്കുന്നതിനെതിരെ ശക്തമായി പോരാടി. സാമുവൽ അലൈഹിസ്സലാം താലൂത്ത് രാജാവ്. പ്രവാചകനായിരുന്ന സാമുവൽ നബിയോടാണ് ജനങ്ങൾ തങ്ങളെ നയിക്കാൻ ഒരു രാജാവിനെ ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം താലൂത്ത് രാജാവായി വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ സൈന്യത്തിലായിരുന്നു യുവാവായ ദാവൂദ് നബി ഉണ്ടായിരുന്നത്. ദാവൂദ് അലൈഹിസ്സലാം ജാലൂത്ത് എന്ന അതിശക്തനായ ശത്രുവിനെ തോൽപ്പിച്ചതോടെയാണ് ദാവൂദ് നബി ശ്രദ്ധിക്കപ്പെടുന്നത്. അദ്ദേഹം ഒരേ സമയം പ്രവാചകനും വലിയൊരു സാമ്രാജ്യത്തിൻ്റെ രാജാവുമായിരുന്നു. ഇദ്ദേഹത്തിന് അള്ളാഹു നൽകിയ വേദഗ്രന്ഥമാണ് സബൂർ. സുലൈമാൻ അലൈഹിസ്സലാം ദാവൂദ് നബിയുടെ മകനും പിൻഗാമിയുമായിരുന്നു ഇദ്ദേഹം. ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യം ഇദ്ദേഹത്തിൻ്റെതായിരുന്നു. കാറ്റിനെ നിയന്ത്രിക്കാനും ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനും മൃഗങ്ങളുടെ ഭാഷ മനസ്സിലാക്കാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. മസ്ജിദുൽ അഖ്സയുടെ പുനർനിർമ്മാണം പൂർത്തിയാക്കിയത് ഇദ്ദേഹമാണ്. യൂനുസ് അലൈഹിസ്സലാം, അൽ യസ അലൈഹിസ്സലാം, ദുൽകിഫിൽ അലൈഹിസ്സലാം വിവിധ കാലഘട്ടങ്ങളിൽ ഇറാഖ് പലസ്തീൻ മേഖലകളിൽ നിയോഗിക്കപ്പെട്ടവരാണ് ഇവർ. ഇതിൽ യൂനുസ് നബിയുടെ ചരിത്രം, മത്സ്യത്തിൻ്റെ വയറ്റിൽ കഴിഞ്ഞതെല്ലാം ഖുർആനിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. സക്കറിയ അലൈഹിസ്സലാം, യഹിയ അലൈഹിസ്സലാം ഈസ നബി വരുന്നതിന് തൊട്ടു മുമ്പുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പിതാവും മകനുമാണിവർ. ആത്മീയത കൈമോശം വന്ന ജനതയെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ ഇവർ കഠിനമായി പരിശ്രമിച്ചു. ഈസ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേൽ പരമ്പരയിലെ അവസാനത്തെ പ്രവാചകൻ. അള്ളാഹുവിൻ്റെ അത്ഭുതത്താൽ പിതാവില്ലാതെ ജനിക്കുകയാണ്. അദ്ദേഹത്തിന് ലഭിച്ച വേദഗ്രന്ഥമാണ് ഇഞ്ചീൽ. മരിച്ചവരെ ജീവിപ്പിക്കാനും രോഗം മാറ്റാനുമുള്ള അത്ഭുതങ്ങൾ അള്ളാഹു ഇദ്ദേഹത്തിന് നൽകി. ഈസ നബിക്ക് ശേഷം ഏകദേശം 570 വർഷങ്ങൾ കഴിഞ്ഞാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുന്നത്. ഇദ്ദേഹത്തിന് ലഭിച്ച വേദഗ്രന്ഥം ഖുർആനാണ്. ഇദ്ദേഹത്തോടെ പ്രവാചക ശൃംഖല പൂർത്തിയായി. ഇനി നമുക്ക് നോക്കാം. പലപ്പോഴും ചരിത്രകഥകൾ ചുരുക്കി പറയുമ്പോൾ മൂസ നബിയിൽ നിന്ന് നേരിട്ട് ഈസ നബിയിലേക്ക് ചാടുന്നത് ഒരു പതിവാണ്. ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. 1. ബനി ഇസ്രായേൽ ജനതയ്ക്ക് അള്ളാഹു നൽകിയ പ്രധാന നിയമഗ്രന്ഥം മൂസ നബിക്ക് നൽകിയത് തൗറാത്താണ്. അതിനുശേഷം വന്ന ഈസ നബി വരെ വന്ന പ്രവാചകന്മാരെല്ലാം, സുലൈമാൻ നബി ഉൾപ്പെടെ, തൗറാത്തിലെ നിയമങ്ങൾ പിന്തുടരാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചവരാണ്. ഈസ നബി വന്നപ്പോഴാണ് അതിൽ ചില മാറ്റങ്ങൾ വരുത്തി ഇഞ്ചീൽ വരുന്നത്. അതുകൊണ്ടാണ് ചരിത്രത്തിലെ ഈ 2 അതിരുകളെ കൂടുതൽ പ്രാധാന്യത്തോടെ പറയുന്നത്. അടിമത്തവും മോചനവും. മൂസ നബി ഇസ്രായേൽ ജനതയെ ഫിറോന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. പിന്നീട് വന്ന പല പ്രവാചകന്മാരുടെ കാലത്ത് അവർ വീണ്ടും പല സാമ്രാജ്യങ്ങളുടെയും കീഴിലായി. ഈ ഒരു രാഷ്ട്രീയ ചരിത്രം പറയുമ്പോൾ ഈ 2 പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങൾക്കിടയിലുള്ള ദീർഘമായ ചരിത്രം ആളുകൾ ഒഴിവാക്കാറുണ്ട്. സുലൈമാൻ നബിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ, സുലൈമാൻ നബിയെ ഇബ്രാഹിം നബിക്ക് മുമ്പ് ചിലർ പറയുന്നത് ഒരുപക്ഷെ രാജകീയ പ്രതാപവും പുരാതന ചരിത്രവും ഇടകലരുന്നത് കൊണ്ടാകാം. എന്നാൽ ഖുർആനിലും ബൈബിളിലും ചരിത്ര രേഖകളിലും ഇത് വളരെ വ്യക്തമാണ്. ഇബ്രാഹിം നബി പ്രവാചകന്മാരുടെ പിതാവാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്ഹാഖ് നബിയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ യാക്കൂബ് നബി. ബനു ഇസ്രായേൽ യാക്കൂബ് നബിയുടെ മക്കളാണ് ഇസ്രായേൽ സന്തതികൾ. ഇവർ ഈജിപ്തിൽ അടിമകളായപ്പോഴാണ് മൂസ നബി വരുന്നത്. മൂസ നബിക്ക് ഏകദേശം 300-400 വർഷങ്ങൾക്ക് ശേഷമാണ് ദാവൂദ് നബിയും മകൻ സുലൈമാൻ നബിയും വരുന്നത്. ചുരുക്കത്തിൽ ഇബ്രാഹിം നബി അടിത്തറ പാകി, മൂസ നബി നിയമം നൽകി, സുലൈമാൻ നബി പ്രതാപം നൽകി, ഈസ നബി ആത്മീയത നൽകി. ഇതാണ് ആ ക്രമം. നമ്മുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഒരുപക്ഷെ അത് മറ്റൊരു വീഡിയോയ്ക്കുള്ള കാരണമാകും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.